എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ റബേക്ക ടീം അവരങ്ങനെ പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പച്ചത്തലേനാണെങ്കിൽ ഒരു ഇമാജിനേഷനിലേക്ക് പോവും. അവനെ കാത്തു നിൽക്കുന്ന നമ്മുടെ ലൂഫി. ആ സൺഫ്ലവേഴ്സിന്റെ ഇടയിൽ ലൂഫി ആണെങ്കിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ചെക്കൻ നമ്മുടെ പച്ചത്തലേനെ കണ്ട് ലൂഫി അങ്ങനെ ഹഗ് ചെയ്യും. അതിനുശേഷം നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയും. പച്ചത്തലേൻ ഈ കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് ഇപ്പൊ പൊട്ടിക്കരയാണ്. റബേക്ക ആണെങ്കിൽ വണ്ടറടിക്കും. എന്തു പറ്റി? നിന്റെ തലയിൽ വല്ല വിങ്കിളും വന്ന് വീണോ? നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയും, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെറിയൊരു ഇമാജിനേഷനിലേക്ക് പോയതാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അതേസമയം വയലറ്റ് ആണെങ്കിൽ ഇപ്പൊ ലിയോയെ കോണ്ടാക്ട് ചെയ്ത് പ്രിൻസസ് ഉള്ളത് എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറയും. നമ്മളെല്ലാവരും കരുതിയതുപോലെ പ്രിൻസസ് ഉള്ളത് ആ ഫാക്ടറിയിലല്ല, മറിച്ച് ഡോഫ്ലമിംഗോ ഉള്ള അതേ പാലസിലാണ്. അവിടെ ഒരു സീക്രട്ട് അറയിലാണ് അവളെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ലിയോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമാവും. കാരണം പണ്ട് കിങ് റിക്കോ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് ആ ഒരു റൂമിൽ അവളെ ലോക്ക് ചെയ്തിട്ടാണ്. പക്ഷെ അവളെ സന്തോഷിപ്പിക്കാനും അവൾ ഒറ്റയ്ക്കായി വിഷമിക്കാതിരിക്കാനും ലിയോയും അവന്റെ ഫ്രണ്ട്സും അവളുടെ ചേച്ചി സ്കാർലറ്റും എപ്പോഴും അവളുടെ അരികിലേക്ക് ഓടിയെത്തും. ലിയോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ സ്കാർലറ്റിനെ ഓർത്ത് വിഷമിക്കുകയാണ്. കാരണം സ്കാർലറ്റും ഈ ലിറ്റിൽ പീപ്പിൾസും അവരെല്ലാവരും എന്നും ഒരുമിച്ച് തിക് ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. ഓക്കെ, കുഴപ്പമില്ല, ഉള്ളത് ആ നോട്ടി റൂമിലാണ്. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോയി അവളെ രക്ഷിക്കണം. ആ റൂം എവിടെയാണെന്ന് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ വീണ്ടും കുതിരപ്പുറത്ത് പാഞ്ഞു കയറി ഡോഫ്ലമിംഗോയെ ലക്ഷ്യമായിട്ട് പോവാൻ തയ്യാറാവുമ്പോഴായിരിക്കും ഒരു ടോയ് അത് ചാടി എഴുന്നേറ്റ് ഇപ്പൊ ആ കുതിരയുടെ തല അതങ്ങനെ കട്ടിച്ചു പറിക്കുക. ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പില് അവന്റെ കൈ നീട്ടി ഒരൊറ്റ ഇടി. പൈലറ്റാണെങ്കിൽ അവന്റെ കുതിരയെ നോക്കും. കുതിരയാണെങ്കിൽ രക്തം തുളുമ്പി വീണ് കിടക്കുകയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കുതിരയെ നീ കടിക്കും ചോദിച്ച് ചുന്ദരം പൈലറ്റ് അവൻ ചാടി വന്ന് കറങ്ങി എന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടും. കഴുത്താണെങ്കിൽ അറ്റ് നിലത്ത് വീഴും. പക്ഷെ അടുത്ത നിമിഷം അത് അതിന്റെ കഴുത്തെടുത്ത് ജോയിൻ ചെയ്ത് വീണ്ടും നമ്മുടെ ആൾക്കാർക്കെതിരെ നടന്നു വരും. തൊട്ടു പിന്നാലെ ഇപ്പൊ ബാക്കിയുള്ള ടോയ്സുകളും അങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ഇവിടെ വയലറ്റ് ആണെങ്കിൽ ആ ടോയ്സുകളെ കണ്ട് ഷോക്കാവും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് ആ കാഞ്ചറോയെ അങ്ങനെ പിടിച്ചു വലിച്ച് താഴെയിട്ട് അച്ചരം പൊച്ചറ ഇടിക്കും. അവൻ ഉസോപ്പിന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിയ തെറ്റാണ്. ഉടനെ വയലറ്റ് പറയും, വലിയ പ്രശ്നം അത് ആരംഭിക്കാൻ പോവാണ്. ആ ഷുഗർ പെണ്ണ് അവൾ കണ്ണു തുറന്നു. തട്ട് ചെയ്ത ഷുഗറിനെ കാണിക്കും. അവളാണെങ്കിൽ ചുറ്റുമുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുകയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഉസോപ്പിനെ പോലെ നീണ്ട മൂക്കുണ്ട്. മാത്രമല്ല അവൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡാണ് അവൾക്ക് ഇപ്പൊ കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കുക. ആ ദേഷ്യത്തില് അവൾ അവരെ എല്ലാവരെയും ജായിന്റ് ടോയ്സ് ആയിട്ട് അയക്കുകയാണ്. ഈ ഷുഗർ പെണ്ണ് ക്രിയേറ്റ് ചെയ്ത ടോയ്സുകളുമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ലൂഫിയാൻ ടീം അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. ഷുഗർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഒരു കാരണവശാലും ഇനി എന്റെ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. പ്രത്യേകിച്ച് ആ സ്ട്രോഹ ലൂഫിയാൻ ടീം എന്നെ ബോധം കെടുത്തി കളഞ്ഞ ആ ഉസോപ്പിനെ, അവനെ വേണം എനിക്ക് ആദ്യം ടോയ് ആക്കി മാറ്റാന്ന് പറഞ്ഞ് അവളങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ വയലറ്റിനോട് പറയും, എത്രയും വേഗം അവളെ തടയണം. ഈ കാര്യം നമ്മുടെ ടീംമേറ്റ്സിനെ അറിയിക്കണം. വയലറ്റ് ആണെങ്കിൽ ലൂഫിയാൻ ടീമിനെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. പക്ഷെ അവരവിടെ വലിയ പ്രശ്നത്തിലായതുകൊണ്ട് തന്നെ അവർക്കാണെങ്കിൽ ഇപ്പൊ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ആവില്ല. മറ്റൊരു ഭാഗത്ത് ആ ജനങ്ങള് അവരാണെങ്കിൽ വരച്ചു കൊടുത്ത ആ ഒരു സ്റ്റെപ്പ് അതിലൂടെ അങ്ങനെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഉസോപ്പ് അവനാണെങ്കിൽ അവന്റെ വെപ്പനും സ്റ്റോണും ഒക്കെ എടുത്ത് റെഡി ആവുകയാണ്. വാലറ്റ് പറയും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അവൾ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഉള്ളതെന്ന് എന്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞുതരാം. അവളെ ഇനി ഒരിക്കലും ബോധം വരാത്ത രീതിയിൽ നീ അടിച്ചു ബോധം കെടുത്തണം. ഉസോപ്പ് ആണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് എയിം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ആഞ്ചറോ വരച്ചിട്ട ആ ഒരു ബേർഡിനെ കാണുക. ഉടനെ അവന് മറ്റൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കിങ്ങും വില്ലന്മാരും അവരാണെങ്കിൽ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കിങ്ങിന്റെ ഓരോ അടിയിലും 5ഉം 10ഉം വില്ലന്മാര് അങ്ങനെ തെറിച്ച് ദൂരേക്ക് പോവാണ്. കിങ് ആണെങ്കിൽ നൈസായിട്ട് ഇപ്പോൾ അവർക്ക് ഓർഡർ കൊടുക്കും. എബൌട്ട്, ടേൺ, റൈറ്റ്, ലെഫ്റ്റ് എന്നിങ്ങനെ ഓരോരോ കമാൻഡ്. അത് കേൾക്കേണ്ട താമസം ആ വില്ലന്മാര് അവരാണെങ്കിൽ അതനുസരിച്ച് ഇടത്തേക്കും വലത്തേക്കും ഒക്കെ ടേൺ ചെയ്ത് അവനെ ഒബേ ചെയ്യാണ്. അല്പസമയം കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്തിനാ അവനെ ഒബേ ചെയ്യുന്നത്, അവൻ നമ്മുടെ ഓപ്പണന്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും അവരെല്ലാവരും ചേർന്ന് ആ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. മറ്റൊരു ഭാഗത്ത് ബേബി ഫൈ അവളാണെങ്കിൽ വേറൊരുത്തിനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അവൻ അവളുടെ അറ്റാക്ക് എല്ലാം തന്നെ ഈസി ആയിട്ട് തടയാണ്.
അവൾ അവളുടെ രണ്ട് കയ്യിലുള്ള കത്തികൾ ഉപയോഗിച്ച് അവൻ അച്ചറം പൊച്ചറം വെട്ടും. ആ ലാവോജിയെ ഇപ്പൊ താടിക്കാരൻ അപ്പാപ്പനാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യാൻ എന്റെ മുൻപിൽ വന്ന് നിൽക്കും. നിനക്ക് ഞാൻ ആരാണെന്നറിയോ? ഞാൻ ആരെയൊക്കെ ഇതിനു മുമ്പ് വെല്ലുവിളിച്ചിട്ടുണ്ടെന്നറിയോ? ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഇതൊന്നും നിനക്കറിയില്ലല്ലോ. എന്റെ ഓരോ പഞ്ച് നിന്റെ ബോഡിയിൽ വീഴുമ്പോഴും ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ അവനെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലാവോജി അപ്പാപ്പനും ആണെങ്കിൽ ആദ്യം ഫിസിക്കൽ അറ്റാക്ക് ഉപയോഗിക്കും. അതിനുശേഷം അവരുടെ സ്പെഷ്യൽ എബിലിറ്റി പവർ അതുപയോഗിച്ച് രണ്ടുപേരും പരസ്പരം ആഞ്ഞെട്ടിക്കുകയാണ്. അവർക്ക് ചുറ്റും ഒരുപാട് പേര് അവരുടെ രണ്ടുപേരുടെ ഫൈറ്റൊക്കെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും അവര് പോലും ഓർക്കാതെ വലിയൊരു അപകടം അവർക്ക് നേരെ വരിക. ലാവോജിയും അപ്പാപ്പനും അവരുടെ പവർ ഉപയോഗിച്ച് ഏറ്റുമുട്ടുമ്പോൾ ഒരുപാട് പവർ അത് ചുറ്റും അങ്ങനെ റിലീസ് ആവുകയാണ്. റിലീസായ വമ്പം പവറിന്റെ ശക്തിയിൽ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും കിലോമീറ്ററുകളോളം തെറിച്ചുപോയി അട്ടിച്ചു വീഴും. പക്ഷെ ലാവോജി അപ്പാപ്പനും ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും പൊരിഞ്ഞ അട്ടയിടി ബഹളം. കട്ട് ചെയ്താ ഇവിടെ ഫ്ലൈ ചെയ്തു പോകുന്ന നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ഇപ്പോഴും ലൂഫിയെയും ട്രഫാൽഗർ ലോയെ അന്വേഷിച്ച് പറന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ തൊട്ട് താഴെയായിട്ട് ആളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവരെ അങ്ങനെ സ്കെച്ച് ചെയ്യും. പവറൊക്കെ എടുത്ത് ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ കൈ അതങ്ങനെ വീർപ്പിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ തേർഡ് ബ്ലോക്ക് കഴിഞ്ഞ് ഫോർത്തിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കി അവിടേക്ക് ടേൺ ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും റബേക്ക എന്തോ ഒന്ന് അവർക്ക് നേരെ വരുന്നതായിട്ട് ശ്രദ്ധിക്കുക. പച്ചത്തലേനാണെങ്കിൽ ഇപ്പോഴും എന്തൊക്കെയോ ഇമാജിനേഷനിലാണ്. അപ്പൊ തൊട്ടടുത്തായി കറുത്ത കളറിൽ ബോള് പോലെ എന്തൊക്കെയോ അവരുടെ ചുറ്റും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ബ്ലാക്ക് ബോൾസ് ആണെങ്കിൽ ഇപ്പൊ പച്ചത്തലേന്റെയും റോബിന്റെയും ചുറ്റും വന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിയില് ഇപ്പൊ ബീസുകൾക്ക് ഒരുപാട് എണ്ണത്തിന് അപകടം സംഭവിക്കും. ഉടനെ പച്ചത്തലേനും റോബിനും ഒരു രണ്ടുപേരും നിലവിളിച്ച് താഴേക്ക് പോവാണ്. റബേക്കയ്ക്ക് മാത്രം കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളാണെങ്കിൽ പച്ചത്തലേനും റോബിനും താഴേക്ക് പോകുന്നത് കണ്ട് നിലവിളിക്കാനായിട്ട് തുടങ്ങും. ഗ്ലാഡിയസ് ആണെങ്കിൽ ഇപ്പൊ ഓടിച്ചാടി നമ്മുടെ ആൾക്കാർ ലക്ഷ്യമാക്കി വരികയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിച്ച് മാസ്റ്റർ ഡോഫ്ലമിംഗോയുടെ അടുത്തേക്ക് പോകും, നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ചാടി വരും. അടുത്ത നിമിഷം റോബിൻ അവളാണെങ്കിൽ അവന്റെ ബോഡിയിൽ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവനെ ലോക്ക് ചെയ്യും. അതിനുശേഷം അവൾ നിലവിളിച്ച് പറയും, റബേക്ക നീ വേണം എത്രയും വേഗം ആക്കി അത് ലൂഫിയെ ഏൽപ്പിക്കാൻ. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫി ആൻഡ് ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഫൈറ്റ് ചെയ്ത് ആ ടോയ്സുകളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർ ഓരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോഴും പരുക്കുകൾ പറ്റിയ ടോയ്സുകൾ ഒറ്റകളാണെങ്കിൽ തകർന്നു പോയ ബോഡി പാർട്സ് അത് വീണ്ടും കണക്ട് ചെയ്ത് എഴുന്നേറ്റ് വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ പച്ചത്തലയൻ അവൻ നോ എന്ന് നിലവിളിച്ച് അതിലൊരു ടോയുടെ തലയിലേക്ക് വന്ന് വീണ് ഒന്ന് പതിയെ തറയിലേക്ക് പതിക്കുക. അവൻ ചുറ്റും നോക്കും. ലൂഫി അവന്റെ തൊട്ടു മുൻപില്. ലൂഫിയെ കാണുമ്പോൾ പച്ചത്തലയൻ അവൻ താഴെ വീണ വേദനയൊക്കെ തനിയെ മറക്കുകയാണ്. റോബിനാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പതിയെ പറന്ന് താഴെ ഇറങ്ങും. റോബിനെ കാണേണ്ട താമസം ട്രഫാൽഗർ ലോയ ആണെങ്കിൽ ആ കീ ചോദിക്കും. അതിനവള് പറയും, അയ്യോ ഇല്ല ഉള്ളത് റബേക്കയുടെ കയ്യിലാണ്, നിങ്ങൾ ഫോർത്ത് ബ്ലോക്കിലുണ്ടാവുമെന്ന് കരുതി അവൾ അവിടേക്ക് പോയി. കൈറോസിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേടിയാവും. കാരണം നമ്മുടെ ആൾക്കാർ ആരും തന്നെ ആ ഫോർത്ത് ഫ്ലോറിൽ ഇല്ല. അവിടെ ഉള്ളത് ദുഷ്ടൻ ഡോഫ്ലമിംഗോയും അവന്റെ ആൾക്കാരും മാത്രമാണ്. ഇവിടെ ഗ്ലാഡിയസ് ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അത് കണ്ട് പച്ചത്തലേനും റോബിനും ഒരു ഗ്ലാഡിയസിനെയും ആ ടോയ്സിനെയും ഫൈറ്റ് ചെയ്യാൻ അവറ്റകൾക്ക് നേരെ അടുക്കും. റോബിൻ പറയും, നിങ്ങൾ എത്രയും വേഗം ഫോർത്ത് ബ്ലോക്കിലേക്ക് പോകണം. ആ ഫ്ലവർ ഫീൽഡിൽ ഇവിടം ലക്ഷ്യമാക്കിയാണ് റബേക്ക പോയിരിക്കുന്നത്. ഇപ്പൊ അവൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അടുത്ത നിമിഷം ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പൊ റബേക്കയെ ലക്ഷ്യമാക്കി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.